ശ്രീകുമാറെ, ആ PM ശ്രീ പദ്ധതിയിൽ കുടുങ്ങിക്കിടന്ന ഇടതുപക്ഷത്തിൻ്റെ തർക്കം താൽക്കാലത്തേക്ക് തീർന്നു എന്ന് പറയാം. എങ്കിലും പല ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇതിൽ വിജയം ആരുടേതാണ്? ഇതിൽ വിജയം പ്രത്യക്ഷമായിട്ട് CPIയുടേതാണെന്ന് പറയാമെങ്കിലും പിണറായി വിജയനോ CPMO ഇതിൽ വലിയ കോട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ കോട്ടമൊന്നും ഏറ്റുവാങ്ങേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല. അടിസ്ഥാനപരമായി CPMനും പിണറായി വിജയനും വഴങ്ങിയേ മതിയാകും. അതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം. CPIക്ക് നിലനിൽക്കാനുള്ളൊരു തട്ടകം കിട്ടി, അല്ലെങ്കിൽ അവർക്ക് അതിജീവിക്കാനുള്ളൊരു കച്ചിത്തുരുമ്പ് കിട്ടി എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് കേന്ദ്രത്തിന് കത്തെഴുതുമെന്ന് പറഞ്ഞതോടുകൂടി CPI അല്പമൊന്നായിരുന്നു. അതല്ലാതെ അവർക്ക് മുന്നിൽ പ്രത്യേകിച്ച് മറ്റു കാരണങ്ങളൊന്നുമില്ല. കാരണം പിണറായി വിജയനോട് കടുംപിടുത്തം പിടിക്കാനുള്ള അത്രയ്ക്കുള്ള ശേഷിയോ ശക്തിയോ ഒന്നും ബിനോയ് വിശ്വസിനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ CPIക്കോ ഇല്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ ബിനോയ് വിശ്വത്തിൻ്റെ ഇമേജ് ഒന്ന് വർദ്ധിച്ചിട്ടില്ലേ? പാർട്ടിയിലൊരു സ്ഥാനം ഉറപ്പിക്കാനുള്ളൊരു ഇത് കിട്ടിയിട്ടില്ലേ? അതിൽ ശരിക്കും ഈ ഒരു വിവാദം സഹായകമായിട്ടുണ്ട്. കാരണം ബിനോയ് വിശ്വത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ വളരെ ശക്തമായ വിമർശനങ്ങൾ നടക്കുകയായിരുന്നു. CK ചന്ദ്രപ്പൻ്റെയും വെളിയം ഭാർഗവൻ്റെയൊക്കെ നിഴൽ മാത്രമാണ് ബിനോയ് വിശ്വം എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ താഴെ തട്ടിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് ഉയർന്നു വരികയും അദ്ദേഹം ആ വിമർശനങ്ങളുടെ കൂരമ്പേറ്റി പിടയുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഈ ഒരു PM ശ്രീ വിവാദം പൊങ്ങിവരുന്നത്. അപ്പോൾ ഒരു കടുത്ത നിലപാട് എടുത്തു. പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ പിടി ഉറപ്പിക്കാൻ ഇത് സഹായിച്ചു എന്നതിൽ കവിഞ്ഞ് CPIക്ക് CPMന് മേലൊരു രാഷ്ട്രീയ വിജയം നേടി എന്നൊക്കെ പറയുന്നത് ഒരു അബദ്ധമായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഈ ഉപസമിതി രൂപീകരിച്ചു എന്ന് പറയുന്നത് ശരിക്കും നോക്കുകയാണെങ്കിൽ CPIയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു തന്ത്രം മാത്രമല്ലേ? അതെ, കാരണം ഈ ഉപസമിതി കത്തെഴുതിയോണ്ടൊന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല വിഷയത്തിൽ. കേന്ദ്ര സർക്കാരുമായി ഒരു MOU പോലൊരു കരാർ ഒപ്പുവെച്ച ശേഷം ഇനി അതിൽ നിന്ന് പിന്മാറാനാണെങ്കിൽ ഇനി കേന്ദ്രം തന്നെ തീരുമാനിക്കണം. അപ്പോൾ ഈ പിന്മാറ്റമൊന്നും നടക്കില്ല എന്നുള്ളത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. മാത്രമല്ല ഈ PM ശ്രീ ഒപ്പുവെച്ചാൽ കിട്ടുന്ന പണം കേരളത്തിന് വാങ്ങുകയും വേണം. അപ്പോൾ CPIയെയും മറ്റ് ആളുകളെയും ഒന്ന് തൃപ്തിപ്പെടുത്തി തൽക്കാലത്തേക്ക് പ്രതിസന്ധി അതിജീവിക്കാൻ വേണ്ടി പിണറായി വിജയൻ കണ്ടെത്തിയ ഒരു ഉപായമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു എന്താ പറയുക, ഒരു സമിതി ഉണ്ടാക്കി ആ സമിതി കത്തെഴുതട്ടെ നോക്കട്ടെ എന്നൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഈ വിഷയം പുഷ്പം പോലെ പരിഹരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിൽ വേറൊരു വശമില്ലേ? കാരണം CPI ഒരുപക്ഷെ പുറത്തേക്ക് പോകുകയാണെങ്കിൽ മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളൊരു അടവ് ഇതിൻ്റെ ഉള്ളിലില്ലേ? ശരിയാണ് ജയമോഹൻ പറഞ്ഞത്. CPIയെ ഭീഷണിപ്പെടുത്തി നിർത്താൻ ഒരു പക്ഷേ പിണറായി വിജയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ ഉപയോഗിക്കുന്നുണ്ടാകാം. കാരണം മുസ്ലിം ലീഗിൽ പിണറായി വിജയന് വലിയ സ്വാധീനമുണ്ട്. ലീഗ് LDFിലേക്ക് പോന്നാൽ അത് CPI നിലനിൽക്കുന്ന പോലെയല്ല. കാരണം CPIക്ക് സ്വന്തമായിട്ട് വോട്ട് ബാങ്കുകളോ വോട്ടോ ഒന്നുമില്ല. അതേസമയം മുസ്ലിം ലീഗ് അങ്ങനെയല്ല. മുസ്ലിം ലീഗിന് സ്വന്തമായി വോട്ട് ബാങ്കുകളുണ്ട്. അവർക്ക് തനിച്ച് നിന്നാലും 12ഓളം MLAമാരെ വിജയിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് CPI പോലെ ഒരു എടുക്കാച്ചനക്ക് CPMനോടൊപ്പം അല്ലെങ്കിൽ ഇടതു മുന്നണിയിൽ നിൽക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി നിൽക്കുന്നതെന്ന് പിണറായി അങ്ങനെ ഒരു സന്ദേശം, ഇപ്പം മുസ്ലിം ലീഗ് എടുക്കും മുസ്ലിം ലീഗ് വരും എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു സന്ദേശം CPIക്കും മറ്റ് ഘടകകക്ഷികൾക്ക് നൽകാൻ പിണറായി ശ്രമിച്ചു. അതിലും പിണറായി വിജയിച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പിണറായി സംബന്ധിച്ചിടത്തോളം ആരും തൊട്ടുകൂടാത്തവരൊന്നുമല്ല. ആരെ വേണമെങ്കിലും പിണറായിക്ക് തങ്ങളുടെ കൂടെ ചേർക്കാനും എന്തായാലും മൂന്നാമത് ഭരണം ഉറപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം പിണറായി വിജയൻ നന്നായുണ്ട്. അതിന് അദ്ദേഹം ഏതറ്റം വരെ പോവുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണം. പിന്നെ വേറൊരു വശം കൂടി ഇതിലുണ്ട്. ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം നമ്മുടെ ശബരിമല പ്രശ്നം പാടെ മുങ്ങിപ്പോയി. അല്ല, ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തെ മറയ്ക്കാനാണ് ഈ വിഷയം കൊണ്ടുവന്നതെന്ന് സംശയിക്കുന്നവരും ഈ സംസ്ഥാനത്ത് ധാരാളമുണ്ട്. കാരണം ശബരിമല PM ശ്രീ വിവാദം പോലെയല്ല, ശബരിമല വിവാദം കത്ത് നിന്നാൽ അത് വലിയ തിരിച്ചടി ഈ CPMനുണ്ടാകും. അതെ, പ്രത്യേകിച്ച് CPM ലക്ഷ്യമിടുന്ന ഹൈന്ദവ വോട്ടിൽ അതൊരു വലിയൊരു വിള്ളലുണ്ടാക്കുമെന്നുള്ള ഭയം CPMന് ഉണ്ടെന്ന് മാത്രമല്ല അത് UDFും കോൺഗ്രസും ശക്തമായി മുതലെടുക്കുമെന്നുള്ള ഒരു ഭയം കൂടി CPMന് ഇടതു മുന്നണിക്കുണ്ട്. അതുകൊണ്ട് എങ്ങനെ വന്നാലും ആ വിവാദം മറയ്ക്കുക എന്നുള്ളതാണ് നിലനിൽപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് PM ശ്രീയിൽ ഒപ്പിട്ടെന്ന് പറഞ്ഞ് കുറേ മുസ്ലിം സംഘടനകൾ പ്രശ്നം ഉണ്ടാക്കുന്നതല്ലാതെ അടിസ്ഥാനപരമായിട്ട് അവർ ലക്ഷ്യം വയ്ക്കുന്ന ഹൈന്ദവ വോട്ട് ബാങ്കിൽ ഇതൊരു ചലനം ഉണ്ടാക്കില്ല. പക്ഷേ ശബരിമല അങ്ങനെയല്ല. ഹൈന്ദവ വോട്ട് ബാങ്കിൽ ചലനം ഉണ്ടാക്കുമെന്നുള്ള ധാരണ കൃത്യമായി പിണറായി വിജയൻ ഉള്ളതുകൊണ്ട് അതൊന്നും മറഞ്ഞു പോകട്ടെ എന്നുള്ളൊരു സംഭവം അങ്ങനെ ഒരു കൂട്ടുകച്ചവടം തന്നെ ആകാനും സാധ്യതയുണ്ട്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൽ വിജയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് പറയേണ്ടി വരും. കാരണം അദ്ദേഹം എങ്ങനെ വന്നാലും വിജയിച്ചു. കാരണം CPI ഒരു കമ്മിറ്റി വെച്ച് അവരെ സോപ്പിട്ട് അവരെ മുഖം രക്ഷിച്ച് അവർക്ക് നിലനിൽക്കാനും തട്ടകം അദ്ദേഹം കൊടുത്തു, അവരെ മുഖം രക്ഷിച്ചു. അതോടുകൂടി തന്നെ ഈ PM ശ്രീ വിവാദം ഇനി ഒതുങ്ങിപ്പോയി. ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ഈ പറഞ്ഞ പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റും മുരാരി ബാബുവിൻ്റെ അറസ്റ്റും അതും തീർന്നു. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോകണം. തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഇപ്പോൾ തടസ്സങ്ങളൊന്നുമില്ല.
തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെ കൃത്യവും വ്യക്തവുമായ ഒരു രാഷ്ട്രീയ ധാരണയോടുകൂടിയാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ശരിക്ക് ഒരു വ്യക്തമായ ഒരു രാഷ്ട്രീയ ചാണക്യനായിട്ട് മുഖ്യമന്ത്രി മാറിയെന്ന് പറയാം. ഏറെക്കുറെ അങ്ങനെ പറയാം. ഒരു രാഷ്ട്രീയ ചാണക്യൻ തന്നെയായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിൽ അദ്ദേഹം നേടുന്ന വിജയം പ്രതിഫലിക്കുന്നത് അദ്ദേഹം ഒരു രാഷ്ട്രീയ ചാണക്യനാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെ പോലും അദ്ദേഹത്തിന് പെട്ടെന്ന് മറികടക്കാൻ സാധിക്കുന്നു. അത് CPI ഉയർത്തിയ വിഷയമായാലും സ്വർണ്ണപ്പാളി വിവാദമായാലും എല്ലാം അദ്ദേഹത്തിന് പെട്ടെന്ന് മറികടക്കാൻ സാധിക്കുന്നു. പ്രതിസന്ധിയെ മറികടക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു കഴിവ് തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ശ്രീകുമാറെ ഒരു ചോദ്യം ചോദിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ CPI ഇനി അടുത്ത ഇലക്ഷന് വരുമ്പോൾ അവരുടെ സാധ്യതകൾ എത്രത്തോളം ഉണ്ടാവും? കാരണം CPM-നെ ഒരു വിധത്തിൽ പിണക്കി നിർത്തിയിട്ട് എങ്ങനെ അവർക്ക് വിജയിക്കാൻ പറ്റും? അല്ല, CPM-നെ പിണക്കി നിർത്തി കഴിഞ്ഞാൽ പിന്നെ CPI സ്ഥാനാർത്ഥിയിൽ വട്ടപൂജ്യമാണ്. പിണറായിയുടെ ഒരു ഉദ്ദേശവും അത് തന്നെ. കാരണം വെച്ചാൽ CPI ജയിക്കണമെങ്കിൽ CPM-ന്റെ വോട്ട് വേണം. CPIക്ക് സ്വന്തമായിട്ടൊരു വോട്ട് കേരളത്തിൽ ഒരിടത്തുമില്ല. അതുകൊണ്ട് CPI വിജയിക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവരെല്ലാവരും തിരിച്ച് പിണറായി വിജയൻ്റെ കാൽക്കൽ വീഴുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് CPIയുടെ വിജയം പിണറായി വിജയൻ്റെ കരുണയിലാണെന്ന് ഇടതുമുന്നണിയിലെ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ CPIക്ക് പേടിയുണ്ട് പിണറായി പക വീട്ടുമോന്നുള്ളത്. പിണറായി പക വീട്ടുമോന്നുള്ള ഭയം CPI നേതൃത്വങ്ങൾക്ക് നല്ലതാണ്. അതുകൊണ്ടാണ് പ്രസാദിനെ പോലെയും ചിഞ്ചറാണിയെ പോലെയും അനിലെ പോലെയുള്ള മന്ത്രിമാരൊക്കെ, കാരണം ഇവർക്ക് ആദ്യമായിട്ട് ജയിച്ചവർ അടുത്ത തവണ ഇലക്ഷൻ നിൽക്കാൻ പോകുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭയമുണ്ട്. ഇനി പിണറായി പകരം വീട്ടിക്കഴിഞ്ഞാൽ തങ്ങളുടെ ഇടപാട് തീരുമല്ലോ, അടുത്ത ഇലക്ഷൻ തങ്ങൾ ജയിക്കില്ല എന്നുള്ള ഭയം ഓർക്കുന്നുണ്ട്. മന്ത്രി രാജൻ ഇത് രണ്ടാമത്തെ തവണ ജയിച്ചാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ ഈ സീറ്റ് കിട്ടാൻ സാധ്യതയില്ല. അദ്ദേഹം 2 തവണ ജയിച്ചു കഴിഞ്ഞു, ഇത്തവണ മന്ത്രിയായി കഴിഞ്ഞു. പക്ഷെ മറ്റു 3 പേര് അങ്ങനെയല്ല. അപ്പോൾ ആദ്യത്തെ തവണ ജയിച്ച CPIക്കാർക്ക് ശരിക്കും ഭയമുണ്ട്. ഇനി CPM എങ്ങാൻ പാലം വലിച്ചാൽ തങ്ങളുടെ കാര്യം കഷ്ടത്തിലാകുമല്ലോ, തങ്ങളുടെ കാര്യം ഇടപാട് തീരുമല്ലോ എന്നുള്ള ഭയം, ആ രാഷ്ട്രീയ ഭയം ശരിക്കും CPIക്കുണ്ട്. മാത്രമല്ല CPIയുടെ സ്ഥാനാർത്ഥികൾ മുഴുവൻ പരാജയപ്പെടുന്ന അവസ്ഥയുണ്ടായാൽ CPM-നും പിണറായിക്കും ഒരു ഭരണത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ മുസ്ലിം ലീഗിനെ അവർ വിളിക്കും. അതാണ് ഒരു ചോദ്യം കൂടി ഇത് ആവർത്തിക്കുകയാണ്. അതായത് ഇലക്ഷൻ വരുമ്പോഴേക്കും മുസ്ലിം ലീഗ് ഇങ്ങോട്ട് വരികയും CPI ഇവിടുന്ന് പോവുകയും ചെയ്യുമോ? അല്ല, കാരണം ഇലക്ഷന് ശേഷം CPIയുടെ സ്ഥാനാർത്ഥികൾ ഏറെക്കുറെ എല്ലാവരും പരാജയപ്പെടും. പക്ഷേ പിണറായി വിജയന് ഏറ്റവും വലിയ ഒറ്റകക്ഷി CPM-ഉം അല്ലെങ്കിൽ ഏറ്റവും വലിയ സീറ്റുകൾ നേടുന്ന മുന്നണി ഇടതുമുന്നണിയും ആകുമ്പോൾ UDF-ന് ഇടതുമുന്നണിയുടെ പുറകിലാണ് ഇതെങ്കിൽ, ഒരു പക്ഷേ ഭൂരിപക്ഷത്തിന് 4-5 സീറ്റ് അകലെയാണ് ഇടതുമുന്നണിയും CPM-ഉം എങ്കിൽ ഉറപ്പായിട്ടും മുസ്ലിം ലീഗിനെ പിണറായി വിജയൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് അദ്ദേഹം 3-ാം തവണ മുഖ്യമന്ത്രി. അക്കാര്യം ഒരു സംശയം വേണ്ട. ഒരു 68 സീറ്റ് ഇടതുമുന്നണിക്കും ഒരു 64 സീറ്റ് അല്ലെങ്കിൽ 60 സീറ്റ് UDF-നും ആണെങ്കിൽ 3-4 സീറ്റ് BJP-യും കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിണറായി വിജയൻ ഇവരെ ഈ മുസ്ലിം ലീഗിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അതോടുകൂടി CPIയുടെ പരിപാടി ഇടപാട് കേരളത്തിൽ തീർന്നു. ശ്രീകുമാർ, അപ്പോൾ CPI ശരിക്ക് ഒരു ചാണുമ കളിയല്ലേ കളിച്ചത്? ഇവിടെ ഇല്ലാണ്ട് ഒരു സംഭവം വരില്ലേ? ശരിക്കും ഒരു ഞാണിമ കളിയാണ് CPIയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് പറയാം. കാരണം വെച്ചാൽ ഇത് പിണറായി വിജയനെ അപ്പുറത്ത് നിൽക്കുന്നതുള്ളത് കൊണ്ട് തന്നെ പണി പാളിപ്പ് കഴിഞ്ഞാൽ പിന്നെ കൈവിട്ട് പോയി. അപ്പോൾ പിണറായി വിജയൻ വലിയ റിസ്ക്കാണ് CPIക്കാർക്ക് എടുത്തതെന്നുള്ള സംശയമൊന്നുമില്ല. കാരണം പിണറായി വിജയനെ പോലെ ഒരാളെ ഒരു വിഷയം വെച്ച് നേരിടണമെങ്കിൽ അത്രയ്ക്കുള്ള ശക്തിയും കഴിവും രാഷ്ട്രീയ വീക്ഷണവും ഒക്കെ CPIക്ക് വേണം. ഇപ്പോൾ നേതൃത്വത്തിന് അതൊന്നും ഇല്ലാന്ന് നമുക്കറിയാം. പക്ഷേ ഏതായാലും അവർ രണ്ടും മുറിഞ്ഞൊരു കളിയാണ്. മുകളിൽ ആകാശവും താഴെ ഭൂമിയും എന്ന് പറഞ്ഞ കളിയാണ് അവർ കളിച്ചത്. അതുകൊണ്ട് തന്നെ ആ കളിയിൽ ഒരു പക്ഷേ CPIക്ക് മുഖരക്ഷിക്കാൻ പറ്റി. അപ്പോഴും CPM-നെയും പിണറായിയെയും കീഴടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം CPI പോലുള്ള പാർട്ടിക്ക് പിണറായിയും CPM-നെ കീഴടക്കാനൊന്നും കഴിയുന്ന രാഷ്ട്രീയ അന്തരീക്ഷമല്ല കേരളത്തിൽ. അതിലുപരി ഈ വിഷയത്തിൽ UDF-ന് ഒന്നും മിണ്ടാത്തൊരവസ്ഥ വന്നു. CPIയും CPM-ഉം തമ്മിൽ അടിക്കട്ടെ, ഞങ്ങൾക്ക് നോക്കിയേക്കാം എന്ന് പറയുമ്പോൾ അവിടെ UDF-ന്റെ സ്പേസ് പതിയെ കുറഞ്ഞു വരികയായിരുന്നു. അപ്പോൾ UDF-ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ കാഴ്ചക്കാരായിട്ട് അവർ ഈ വിഷയത്തിൽ നിൽക്കുമ്പോൾ CPIക്കാർ സ്കോർ ചെയ്തു. എന്നാൽ CPI സ്കോർ ചെയ്തോട്ടെ, എന്നാലും ഈ വിഷയം തീർന്നാൽ മതിയെന്ന് പിണറായി വിജയനും വിചാരിച്ചു. അവസാനം സംഭവിച്ചത് അതുതന്നെയാണ്.